ഇന്ന് നമുക്കേ ഒരു സ്രാവ് മീൻ, ഉണക്ക സ്രാവ് മീൻ വറ്റിച്ചാലോ? പഴയ നാടൻ സ്റ്റൈലാണ് കേട്ടോ. ചങ്ങനാശ്ശേരി കോട്ടയം സൈഡിലോട്ടൊന്നും സ്രാവ് മീൻ ഇങ്ങനെ കറി വെച്ച് വെക്കാറില്ല. കാര്യം നമുക്ക് പച്ചമീൻ ഇഷ്ടം പോലെ കിട്ടും. ഈ മലബാർ ഏരിയയിലോട്ടാണ് ഈ സ്രാവ് മീൻ ഇങ്ങനെ ഇവരൊക്കെ പച്ചമീൻ കുറവല്ലായിരുന്നോ പണ്ട് കാലത്തൊക്കെ. അപ്പം മമ്മിയുടെ ഒരു സ്പെഷ്യൽ ഒരു കറിയാണ് ഇത്. വറ്റിച്ച് വെച്ചാൽ എൻ്റെ പപ്പയ്ക്ക് ഇത് മാത്രം മതി. അപ്പം ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാവേ. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഇതാ തേങ്ങാക്കൊത്ത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു കുടം അരിഞ്ഞത്, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ പുളിയില്ലേ, കുടംപുളി തിളപ്പിച്ച് അതിൻ്റെ വെള്ളമാണ്. ഇതാ ഞാനിങ്ങനെ തിളപ്പിച്ചിങ്ങനെ വെച്ചേക്കും. അതിങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാൾ വേണേലും ഇരുന്നോളും. നമുക്ക് പെട്ടെന്ന് പുളിയൊക്കെ വേണമെങ്കിൽ എപ്പോൾ വേണേലും മീൻകറിയൊക്കെ വെക്കാൻ സെറ്റായിട്ടിരിക്കും. അപ്പം എന്തായാലും കറി ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു മൺചട്ടി എടുത്തു. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനൊക്കെയാണെന്ന് അറിയോ? ഈ തേങ്ങാക്കൊത്ത് ഇത്ര മൂത്ത കൊത്തല്ലെങ്കിലും നമ്മുടെ മൂക്കാത്ത തേങ്ങയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ. നമുക്കിപ്പം ഈ സമയത്ത് അത് കിട്ടാൻ ഇച്ചിരി പാടാ. അതുകൊണ്ട് തേങ്ങാക്കൊത്ത് ഇത് ഭയങ്കര ഹൈലൈറ്റാണ്. ഇത് വേണം കേട്ടോ, തേങ്ങാക്കൊത്ത്. പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള കിട്ടോ. ഇന്നുണ്ടാക്കിയിട്ട് നാളെ കറി കൂട്ടാനാണ് ഏറ്റവും ടേസ്റ്റ്. ഇതാ കറിവേപ്പില, ഇഞ്ചി ഒരു കഷ്ണം, വെളുത്തുള്ളി ഒരു കുടം, 1/2 കിലോ മീനാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ മീനുണ്ടല്ലോ നമ്മൾ തലേദിവസം അരിഞ്ഞ് ഞാൻ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് രാവിലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേ. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതിനാണെന്നറിയോ? ഇതാ കുടംപുളി വെള്ളമാണേ, പാകത്തിന് ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം, ഉപ്പ് ഇടരുത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഉപ്പ് മീനല്ലേ. ഉപ്പുമീനായതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കരുത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. അതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ഒന്നും എണ്ണ വാട്ടൂല കേട്ടോ, ഇതിനകത്ത് ഇടുക ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് റെഡി ആവട്ടെ. ഇനി നമുക്കൊന്ന് തിളച്ചോ നോക്കട്ടെ. ഇതാ തേങ്ങാക്കൊത്തും പച്ചമുളകും ഒക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒരു ഇച്ചിരി കൂടെ ഒന്ന് വെന്തോട്ടെ. പച്ചമുളകൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് വാടിക്കോട്ടെ. എന്നിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുളക് പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണേ. ഇതാ എരിവിന് പാകത്തിന് മുളക് പൊടി, ഒന്നും മൂപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ ഇടുവാണേ. നിങ്ങളുടെ എരിവിന് പാകത്തിന് മുളക് പൊടി ചേർക്കണം. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇതും ഇനിയും ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് വെന്തോട്ടെ, തിളച്ച്. എത്ര നിങ്ങൾക്ക് വെള്ളം വേണോ അല്ലെങ്കിൽ അതിൻ്റെ ചാറ് വേണോ അതിനനുസരിച്ച് വേണം വെള്ളം വയ്ക്കാൻ. അതുപോലെ തന്നെ ഇത് വറ്റിയിരിക്കുന്ന ഒരു മീനാണ്. അതുപോലെ തന്നെ ചക്കയ്ക്കും കപ്പയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻ വറ്റിച്ചതാണ് കേട്ടോ. നല്ല പോലെ നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നല്ല പോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം. മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ അവിടെ ഇരുന്ന് ചെറുതീയിൽ അങ്ങ് വെന്ത് വറ്റട്ടെ. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച്, കണ്ടോ, ഇത് ആവശ്യമുണ്ട് ഒഴിച്ചാൽ മതിയേ. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് സ്റ്റൗ എല്ലാം ഓഫ് ചെയ്ത്, കണ്ടോ, മൂടി ഇവിടെ വെച്ചേക്കുക. നാളെ കൂട്ടാനാണ് ഇത് അടിപൊളി. കണ്ടോ, അതിൻ്റെ ചാറ് തന്നെ ഒന്ന് കൂട്ടിയാൽ ഒരു കഷ്ണം മീനും ഒരു തേങ്ങാപ്പൂളും ഒരു പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇനി മൂടി അങ്ങ് വെച്ചേക്കാവേ. കപ്പയ്ക്കും ചക്കയ്ക്കും ഒക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം വേണം കേട്ടോ, ചാറ് വേണേ. പക്ഷെ ഇപ്പം എനിക്ക് ചോറിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വറ്റിച്ചത്. എല്ലാവരും ഉണ്ടാക്കുന്നതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, പറയണേ.
പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ സ്രാവ് മീൻ ഇതുപോലെ ഒന്ന് വറ്റിച്ച് വെച്ചോ. 2 ദിവസം 3 ദിവസം ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ചൂടാക്കി വെക്കുക. അങ്ങനെ ഇരുന്ന് ഒരു മോര് കാച്ചിയതും ഒരു മീൻ കഷ്ണം ഉണ്ടെങ്കിൽ ആ തേങ്ങാക്കൊത്ത് തിന്നാനാ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കുന്നതാണോ എന്ന് പറയണം കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളി ഒരു മമ്മിയുടെ റെസിപ്പിയാണ് ഇത് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറ. പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ബൈ.